എല്ലാവർക്കും നമസ്കാരം. സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് പഠിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അത് അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് വേർ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ആൻഡ് റെസിപ്പിയൻറ്റ് ഈസ് ഇൻ ഇന്ത്യ എന്നുള്ള കേസാണ്. അതായത് സപ്ലയറുടെയും റെസിപ്പിയൻറ്റിൻ്റെയും ലൊക്കേഷൻ ഇന്ത്യയിലാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏതായിട്ടാണ് പരിഗണിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്ഷൻ 12 ഓഫ് ദി IGST ആക്റ്റിലാണ് ഈ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ CMA ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലെ കണ്ടൻറ്റ് തന്നെ നമുക്ക് CA ഉള്ള ഏകദേശം കണ്ടൻറ്റൊക്കെ ഇതിലും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടോപ്പിക്കുകൾ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ട ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കേസിലേക്ക് കിടക്കാം. നോർമൽ കേസാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ ഒരു കോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. കേസിൽ ഇൻ ജനറൽ കേസിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സാധാരണ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഈസ് എ മെയ്ഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ബി ദി ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ. എന്താണ്? നമ്മൾ സാധാരണ ഒരു സപ്ലയർ തൻ്റെ റെസിപ്പിയൻറ്റിന് സർവീസ് കൊടുക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണെങ്കിൽ നോർമൽ കേസിൽ റെസിപ്പിയൻറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്തായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്? എന്തായിരിക്കും? ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് സച്ച് രജിസ്റ്റേർഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് എന്ത് പറയുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. എന്തായിരുന്നു? റെസിപ്പിയൻറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അല്ലെങ്കിലോ ഇൻ അതർ വേസ് എന്താണ്? മെയ്ഡ് ടു എനി പേഴ്സൺ അതർ ദാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ. എന്താണ്? രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാതെ വേറൊരു വ്യക്തിക്കാണ് ആ സർവീസ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിലും എന്തായാലും കണക്കാക്കുക? ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ് വേർ അഡ്രസ് ഓഫ് റെക്കോർഡ് എക്സിസ്റ്റ്. അതായത് ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ് ലൊക്കേഷൻ ഏതാണ് അതായിരിക്കും കണക്കാക്കുക. അതെങ്ങനെ ഇരിക്കുന്ന കേസിലാണ്? അഡ്രസ് ഓൺ റെക്കോർഡ് എക്സിസ്റ്റ്. അതായത് റെസിപ്പിയൻറ്റ് അഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, റെക്കോർഡിൽ നമ്മുടെ റെസിപ്പിയൻറ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും എന്തായിട്ട് കണക്കാക്കുക? ആ റെസിപ്പിയൻറ്റ് ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അല്ലെങ്കിലോ ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഓഫ് സർവീസ് ഇൻ അതർ കേസിൽ എന്താണ്? സപ്ലയറുടെ അഡ്രസ്സ് ഏതാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഒന്നും കൂടി പറയാം. നോർമൽ കേസുകളിൽ പ്ലേസ് ഓഫ് സപ്ലൈ കണക്കാക്കുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അല്ലെങ്കിലോ അല്ലാത്ത കേസുകളിൽ സപ്ലയർ അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ രണ്ട് കേസായിട്ടാണ് എടുക്കുക. അതിൽ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് നമ്മുടെ റെക്കോർഡുകളിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും എന്താ പറയുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇനി റെസിപ്പിയൻറ്റ് അഡ്രസ്സ് ഇല്ലെങ്കിലോ അപ്പോൾ സപ്ലയറുടെ അഡ്രസ്സാണ് എന്തായിട്ട് കണക്കാക്കുക? സപ്ലയറുടെ ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അതുമായി ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതും കൂടി നോക്കാം. മിസ്റ്റർ അമൻ മുംബൈ പ്രൊവൈഡ്സ് ആർക്കിടെക്ട് സർവീസസ് ടു എ കമ്പനി ലൊക്കേറ്റഡ് ഇൻ ബംഗളൂരു. ദി റെസിപ്പിയൻറ്റ് കമ്പനി ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ. എന്താണ്? മിസ്റ്റർ അമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മുംബൈയിൽ ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്ന ഒരു കമ്പനിക്ക് വേണ്ടി എന്ത് കൊടുത്തു? ആർക്കിടെക്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്തു. ദി റെസിപ്പിയൻറ്റ് കമ്പനി ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഇവിടെ ആരാണ്? ബാംഗ്ലൂരിലുള്ള ആ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഓക്കെ, രജിസ്റ്റേർഡ് ആണ്. ഇൻ ദിസ് കേസ് ഈ കേസിൽ നമുക്ക് ഏതാണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക? ഇവിടെ റെസിപ്പിയൻറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? നമ്മൾ ആ റെസിപ്പിയൻറ്റിൻ്റെ ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക? അല്ലെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? ആ ലൊക്കേഷൻ ഓഫ് ദി കമ്പനിയുടെ ലൊക്കേഷൻ ഏതാ? ബാംഗ്ലൂരുമാണ്. അപ്പോൾ അതാണ് എന്തായിട്ട് കണക്കാക്കുക? ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. എ ബ്യൂട്ടി പാർലർ പ്രൊവൈഡ്സ് സർവീസസ് ടു മെനി കസ്റ്റമേഴ്സ് ബട്ട് ദേ ഡു നോട്ട് റെക്കോർഡ് നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് ദി കസ്റ്റമേഴ്സ്. എന്താണ്?
ഇനി ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്, അത് ഒരുപാട് കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കുന്നു, സർവീസസ് കൊടുക്കുന്നു. എങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒന്നും പേരോ അഡ്രസ്സോ ഒന്നും നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ എന്താണ് അത് നമ്മൾ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് എന്തല്ല, രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. അപ്പോഴോ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. പ്ലേസ് ഓഫ് സപ്ലൈ വിൽ ബി ദി ലൊക്കേഷൻ ഓഫ് സച്ച് ബ്യൂട്ടി പാർലർ. എന്താണ്, ഒന്നെങ്കിൽ റെസിപ്പിയൻ്റെ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല, അതായത് ബ്യൂട്ടി പാർലർ രജിസ്റ്റേർഡ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സർവീസസ് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. അപ്പോൾ നമ്മൾ എന്തായിട്ട് കണക്കാക്കുക, ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ് വേർ ദി അഡ്രസ് ഓൺ റെക്കോർഡ് എക്സിസ്റ്റ്. എന്താണ്, ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ് ആദ്യമായിട്ട് നോക്കും. റെസിപ്പിയൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള റെക്കോർഡ് അഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഓക്കെ, റെസിപ്പിയൻ്റെ അഡ്രസ്സിൻ്റെ റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ടോ നോക്കാം. അങ്ങനെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, ബട്ട് ദേ ഡു നോട്ട് റെക്കോർഡ് നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് ദി കസ്റ്റമേഴ്സിൻ്റെ പേരും അഡ്രസ്സും ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൊക്കേഷൻ ഓഫ് റെസിപ്പിയൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അഡ്രസ്സോ ഇല്ലെങ്കിൽ എന്തായിട്ട് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എടുക്കുക, ദി ലൊക്കേഷൻ ഓഫ് ദി സപ്ലൈ ഓഫ് സർവീസ്. ഓക്കെ, ആരാണ് സപ്ലയർ, ആ സപ്ലയറുടെ ലൊക്കേഷനാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇവിടെ ബ്യൂട്ടി പാർലറാണ് നമ്മുടെ സപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലയറുടെ ലൊക്കേഷനാണ് നമുക്ക് എന്തായിട്ട് കണക്കാക്കുക, ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ബ്യൂട്ടി പാർലർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ അതേ സ്ഥലമാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കൂടുതൽ ഡിജിറ്റലായിട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കാണിക്കാനുള്ളൊരു സംവിധാനം ആയിട്ടില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് സൗണ്ടിലൂടെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ. കാരണം അങ്ങനെ നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ സാധിക്കുള്ളൂ. ഓക്കെ, നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറൽ കേസ് പഠിച്ചു. ഇനി കുറച്ച് സ്പെഷ്യൽ കേസുകളുണ്ട്. ആ സ്പെഷ്യൽ കേസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതിൻ്റെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താ അറിയാലോ. എന്താണ്, നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണല്ലേ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, മൂവ് ചെയ്യാൻ പറ്റാത്തത്. അതായത് ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, മറ്റെന്തും ആവാം. ഓക്കെ, അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറഞ്ഞാൽ എന്താ, ഗുഡ്സ് അല്ലേ. അപ്പോൾ ഗുഡ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ, എല്ലാവർക്കും ഡൗട്ട് തോന്നാം അല്ലേ. അപ്പോൾ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ കുറിച്ചല്ല പറയുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നേരെ മറിച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മേൽ കൊടുക്കുന്ന സർവീസുകൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ചില സ്പെഷ്യൽ കേസുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കാം. ABC എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ഡി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ഡയറക്ട്ലി ഡയറക്ട്ലി ഇൻ റിലേഷൻ ടു ആൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് സർവീസസ് പ്രൊവൈഡ് ബൈ ആർക്കിടെക്ട്സ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ്, surveyors, engineers and other related experts or estate agents, any service provided by way of grant of rights to use immovable property or for carrying out coordination of construction work. എന്താണ്, ഇപ്പോൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അതിന് മുകളിൽ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ആർക്കിടെക്റ്റോ അവരെന്തെങ്കിലും ആർക്കിടെക്റ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്കുകൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് ഇൻറ്റീരിയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണ്, സർവീസസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സർവേയേഴ്സ് അല്ലെങ്കിൽ എൻജിനീയർമാർ അവരെന്തെങ്കിലുമൊക്കെ അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതാണ് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. എന്താണ്, ആർക്കിടെക്റ്റ് ആവാം, എൻജിനീയർ ആവാം, ഇൻറ്റീരിയർ ഡെക്കറേറ്റർ ആവാം, ഇവരൊക്കെ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് മേൽ, ഇപ്പോൾ അത് ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിൽ കൊടുക്കുന്ന സർവീസ് എന്താണോ അങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്ന സമയത്ത് പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് പറയുന്ന മുമ്പ് രണ്ടാമത്തെ കേസും മൂന്നാമത്തെ കേസും കൂടി നമുക്ക് നോക്കാം. അതിന് ശേഷം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ ഒന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം 3 കേസും ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കേസ് എന്താണ്, ആർക്കിടെക്റ്റ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ്, സർവേയേഴ്സ്, എൻജിനീയേഴ്സ് ഇവരെല്ലാവരും കൊടുക്കുന്ന സർവീസുകൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് മുകളിലാണെങ്കിൽ. രണ്ടാമത്തെ എന്താ, by way of lodging accommodation by a hotel, in guest house, homestay, club or campsite, by wherever name called, and including a houseboat and any other vessel.
ഇപ്പോൾ നേരെ മറിച്ച് സർവീസുകൾ കൊടുക്കുന്നില്ലേ, അതായത് ഹോട്ടലുകളാവാം, ഗസ്റ്റ് ഹൗസ് സർവീസുകളാവാം, ഹോം സ്റ്റേ ആവാം, അല്ലെങ്കിൽ ക്ലബ്ബോ അല്ലെങ്കിൽ ക്യാമ്പ് സൈറ്റോ അങ്ങനെ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ എന്താണ് അപ്പോൾ ഹൗസ് ബോട്ടുകളുണ്ട്. ആലപ്പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പോൾ ഹൗസ് ബോട്ടുകൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പലുകൾ വെസൽ അങ്ങനെയുള്ള സർവീസുകൾ അക്കോമഡേഷൻ സർവീസുകൾ കൊടുക്കുന്നവരും ആവാം. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് നമ്മൾ ആർക്കിടെക്ചറിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് സർവീസ് എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തേത് എന്താ പറഞ്ഞത്? ലോഡ്ജിങ് അക്കോമഡേഷൻ, ഹോട്ടൽ, ഗസ്റ്റ് ഹൗസ്, ഹോം സ്റ്റേ ഇങ്ങനെയുള്ള അക്കോമഡേഷൻ കൊടുക്കുന്ന ആ വ്യക്തികൾ. ഓക്കെ, അങ്ങനെ അക്കോമഡേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇപ്പോൾ ഹോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിൽഡിംഗ് ആയിരിക്കാം അല്ലേ? അപ്പോൾ അതൊരു അക്കോമഡേഷൻ ആണ്. അവിടെ അക്കോമഡേഷൻ ഫെസിലിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു സർവീസാണ് അല്ലേ? അപ്പോൾ ആ സർവീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. ബൈ വേ ഓഫ് അക്കോമഡേഷൻ ഇൻ എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓർ ഓർഗനൈസിങ് എ മാരേജ്, റിസപ്ഷൻ ഓർ മാറ്റേഴ്സ് റിലേറ്റിംഗ് ദാറ്റ് ഒഫീഷ്യൽ, സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ഓർ ബിസിനസ് ഫംഗ്ഷൻ ഇൻക്ലൂഡിംഗ് സർവീസസ് പ്രൊവൈഡഡ് ഇൻ റിലേഷൻ ടു ഫംഗ്ഷൻ ഓഫ് സച്ച് പ്രോപ്പർട്ടി. എന്താണ്? ഇപ്പോൾ നമ്മളൊരു കല്യാണം നടത്തുകയാണ്, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടക്കുകയാണ്. അങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള അങ്ങനെയുള്ള ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം അങ്ങനെയുള്ളൊരു സെറ്റപ്പാണെന്ന് വിചാരിക്കുക. അങ്ങനെ അക്കോമഡേഷൻ ഓഡിറ്റോറിയം സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാവാം? അത് റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, മാരേജ്, റിസപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളവർ. അതേപോലെ ഞാൻ അടുത്ത കേസ് നോക്കാം. എനി സർവീസസ് ഓക്സിലറി ടു ദി സർവീസസ് റെഫേർഡ് ഇൻ ക്ലോസ് എ ബി സി. ഇതിലൊന്നും ഇതുപോലെ തന്നെ വേറെ വരുന്ന എ ബി സിയിലും പെടാത്തുള്ള സർവീസുകൾ, അങ്ങനെ ഓക്സിലറി ആയിട്ടുള്ള സർവീസസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന്, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് മുകളിൽ ആർക്കിടെക്റ്റ്, സർവേയേഴ്സ്, എഞ്ചിനീയേഴ്സ് ഇവരൊക്കെ സർവീസ് കൊടുക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ എന്താ? ലോഡ്ജിങ് അക്കോമഡേഷൻ, ഹോട്ടൽ, ഗസ്റ്റ് ഹൗസ്, ഹോം സ്റ്റേ അങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്നവരാണെങ്കിൽ. അതേപോലെ തന്നെ അക്കോമഡേഷൻ, അതായത് മാരേജ്, റിസപ്ഷൻ അങ്ങനെയുള്ള ഓഡിറ്റോറിയം അങ്ങനെയുള്ള സോഷ്യൽ, കൾച്ചറൽ അങ്ങനെയുള്ള സർവീസസ് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഷാൾ ബി ദി ലൊക്കേഷൻ അറ്റ് വിച്ച് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓർ ബോട്ട് ഓർ വെസൽ ആസ് ഇറ്റ് കേസ് മേ ബി ലൊക്കേറ്റഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി ലൊക്കേറ്റഡ്. അപ്പോൾ സപ്ലയർ ഓഡിറ്റോറിയം സർവീസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ എന്താ പറയുക, ഹോം സ്റ്റേ അങ്ങനെ എന്തെങ്കിലും സർവീസ് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ സർവീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ട്രിപ്പ് പോയ സമയത്ത് ഞാൻ ഹോട്ടലിൽ റൂം എടുത്തു. അങ്ങനെ റൂം എടുത്ത സമയത്ത് പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിട്ടാണ് കണക്കാക്കുക? അതായത് എവിടെയാണോ ആ റൂം സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ആ ഹോട്ടൽ സിറ്റുവേറ്റ് ചെയ്യുന്നത്, ലൊക്കേഷൻ ഓഫ് സച്ച് പ്രോപ്പർട്ടി. ഓക്കെ, ആ എന്താ പറയുക വെസലോ എന്ത് വേണമെങ്കിൽ ആവാം, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഏതായാലും ആ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണോ അതാണ് എന്ത് പറയുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇപ്പം ഞാൻ വയനാട് പോയി എന്ന് വിചാരിക്കുക. വയനാട് ട്രിപ്പിന് പോയ സമയത്ത് വയനാട് ഞങ്ങൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു അല്ലെങ്കിൽ ഹോം സ്റ്റേ എന്തെങ്കിലും എടുത്തു വിചാരിക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് എൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കാം? വയനാടാണ് വരിക. ഓക്കെ, കാരണം വയനാടാണ് ഞാൻ എന്ത് ചെയ്തത്? ഹോട്ടൽ ബുക്ക് ചെയ്തത്. ആ ഹോട്ടൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? വയനാടാണ്. അതുകൊണ്ട് അതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? വയനാടാണ്. ഓക്കെ, ഇനി വേറൊരു കേസ് കൂടി ഇവിടെ അടിയിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലോ ആണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ ഇതേ സപ്ലൈ ഓഫ് സർവീസസ് എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെ സ്റ്റേറ്റിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടോ ആ പ്രോപ്പർട്ടീസിനൊക്കെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനൊക്കെ എന്ത് ചെയ്യും? ഇതിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ പ്രപ്പോർഷനേറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതൊരു വേറെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത കേസ് നോക്കാം. If the location of the immovable property or boat or vessel is located or intended to be located outside India. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞു. ഇതേ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബോട്ടോ അല്ലെങ്കിൽ വെസലോ ഇതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലല്ല, മറിച്ച് ഇന്ത്യക്ക് പുറത്താണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ നോക്കാം. ഓക്കെ, ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലല്ല പറയുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മളത് ഗുഡ്സിൽ കണക്കാക്കും അല്ലേ? അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിനല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, എക്സാമ്പിളുകൾ പറഞ്ഞല്ലോ, ഹോട്ടൽ, അതേപോലെ ആർക്കിടെക്ചർ സർവീസസ് അങ്ങനെയുള്ളത്. അപ്പോൾ
ഇതേ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നു. ഞാനിപ്പോൾ അമേരിക്കയിൽ പോയി എന്ന് വിചാരിക്കുക. അമേരിക്കയിൽ പോയ സമയത്ത് അവിടെ ഒരു റൂമിൽ നമ്മൾ ഒരു വീടെടുത്തു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിൽ റെൻറ്റിനെടുത്തു, അല്ലെങ്കിൽ ഹോട്ടലിൽ താമസിച്ചു. എനിക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ഹോട്ടലിൽ താമസിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് സർവീസസ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിലാണ് എനിക്ക് ഹോട്ടൽ സർവീസസ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിട്ട് വരും? പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ദ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ്. ഓക്കെ, എൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ഞാൻ ഇന്ത്യയിലാണ് അല്ലേ, ഞാൻ കേരളത്തിലാണ്. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? അതാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈയിട്ട് കണക്കാക്കുക. മറിച്ച് ആ ഹോം സ്റ്റേ അല്ലെങ്കിൽ ഹോട്ടൽ അമേരിക്കയിലാണെന്ന് പറഞ്ഞിട്ട് അമേരിക്ക പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ്, ആ സർവീസസ് എനിക്കാണ് കിട്ടുന്നത്. ഹോട്ടൽ സർവീസസ് അല്ലെങ്കിൽ അക്കോമഡേഷൻ സർവീസ് എന്ന് കിട്ടുന്നത് എനിക്കാണ് എങ്കിൽ അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിട്ട് കണക്കാക്കുക? ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ്. അതായത് റെസിപ്പിയൻറ്റ് ഞാനാണ്, റെസിപ്പിയൻറ്റ് ഞാനായതുകൊണ്ട് എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താ? കേരളമാണ്. കേരളത്തിലാണെങ്കിൽ അത് ഏത് ജില്ല, അവിടെയാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ദെൻ അടുത്ത് നോക്കാം, റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് സർവീസസ്, പേഴ്സണൽ ഗ്രൂമിംഗ്, ഫിറ്റ്നസ്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, ഹെൽത്ത് സർവീസ് ഇൻക്ലൂഡിങ് കോസ്മെറ്റിക്, പ്ലാസ്റ്റിക് സർജറി. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കാറ്ററിംഗ് സർവീസ്, അതേപോലെ ഗ്രൂമിങ്, അതേപോലെ ഫിറ്റ്നസ്, ബോഡി ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്, ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്, അതേപോലെ ഹെൽത്ത് സർവീസസ്, അങ്ങനെയുള്ള സർവീസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ദി ലൊക്കേഷൻ വേർ ദി സർവീസസ് ആർ ആക്ച്വലി പെർഫോംഡ്. അതായത് എവിടെ നിന്നാണ് ഈ സർവീസസ് നമുക്ക് കിട്ടുന്നത്, അതാണ് എന്തായിട്ട് കണക്കാക്കുക? നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അടുത്തത് നോക്കാം, ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. ഇനി എന്തെങ്കിലും ട്രെയിനിങ് സർവീസസ് അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ നോക്കാം, പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഇൻ റിലേഷൻ ടു ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. എന്താണ്? ട്രെയിനിങ്ങും അതേപോലെ പെർഫോമൻസ് അപ്രൈസലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ രണ്ട് കേസുണ്ട്, എയും ബിയും ഉണ്ട്. അതിൽ എ എന്താ നോക്കാം. എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ബി ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ. ഈ സർവീസ് കിട്ടുന്നത്, ട്രെയിനിങ് കിട്ടുന്നത് ആർക്കാണ്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്താണ്? ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇനി ബി നോക്കാം, എ പേഴ്സൺ അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ. ഈ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല ഈ സർവീസസ് അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക? ഷാൾ ബി ദി ലൊക്കേഷൻ വേർ ദി സർവീസസ് ആർ ആക്ച്വലി പെർഫോംഡ്. എവിടെയാണോ ഈ സർവീസ് നമുക്ക് കിട്ടുന്നത്, എവിടെയാണ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, ആ സ്ഥലമാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം, അഡ്മിഷൻ ടു എ കൾച്ചറൽ, ആർട്ടിസ്റ്റിക്, സ്പോർട്ടിംഗ്, സയൻറ്റിഫിക്, എഡ്യൂക്കേഷണൽ, എൻ്റർടൈൻമെൻറ്റ് ഇവൻറ്റ് ഓർ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഓർ എനി അതർ പ്ലേസ് ആൻഡ് സർവീസസ് ആക്ച്വലി ടു. ഇപ്പോൾ നോക്കി നോക്കൂ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ജസ്റ്റ് ഇതേപോലെ കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സർക്കസോ അല്ലെങ്കിൽ സ്പോർട്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ, എക്സിബിഷൻ അങ്ങനെയുള്ള, അല്ലെങ്കിൽ സർക്കസോ, അല്ലെങ്കിൽ വേറെ ഞാൻ എക്സാമ്പിൾ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടർല പറഞ്ഞാൽ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. അപ്പോൾ അവിടെയുള്ള അങ്ങനെയുള്ള സർവീസുകൾ കൊടുക്കുന്നവരാണെങ്കിൽ അപ്പോൾ എന്താണ് നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നോക്കാം. Place of supply of services shall be the place where the event is actually held or where the park or such other place is located. എന്താണ്? എവിടെ നിന്നാണ് നമുക്ക് ആ സർവീസ് ലഭിക്കുന്നത്, ആ സ്ഥലമാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇനി അമ്യൂസ്മെൻറ്റ് പാർക്കാണെങ്കിലോ ആ അമ്യൂസ്മെൻറ്റ് പാർക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ആ സ്ഥലമാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, കൊച്ചിയിലുള്ള വണ്ടർലേക്ക് ഒരു ട്രിപ്പ് പോയി സമയത്ത് എനിക്ക് അവരെന്ത് ചെയ്യും, ഞാൻ അവിടുത്തെ പേയ്മെൻറ്റ് അടച്ചു, ഞാൻ ഉള്ളിൽ കയറി ആദ്യത്തെ റൈഡിലൊക്കെ കയറി ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിട്ട് കണക്കാക്കാം? കൊച്ചിയായിട്ട് കണക്കാക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ്? എവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് വണ്ടർല സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ അടുത്തത്, സർവീസസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് A. Organization of a cultural, artistic, sporting, scientific, educational or entertainment event including supply of services in relation to the conference, fair, exhibition, celebration of similar events. എന്താണ്? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ഓർഗനൈസേഷൻ ഇതേപോലെ കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്പോർട്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ബി എന്താണ് നോക്കാം, സർവീസസ് ആക്സിലറി
ടു ഓർഗനൈസേഷൻ ഓഫ് എനി ഇവൻറ്റ്സ് ഓർ സർവീസസ് റെഫേർഡ് ദി എബോ. എന്താണ് ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഓക്സിലറി സർവീസസ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർഗനൈസേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത് എന്താ അസൈനിങ് ഓഫ് സ്പോൺസർഷിപ്പ് ഓഫ് സച്ച് ഇവൻറ്റ്സ്. ഏതെങ്കിലും സർവീസസിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുകയാണ്, എന്തായാലും ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സർവീസസ് കൊടുക്കുകയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കിതിൽ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞിട്ടുള്ള 2 പോയിൻ്റായിട്ട് ചിലർക്ക് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ആദ്യം എന്നുള്ളത് അഡ്മിഷൻ ടു എന്നുള്ളതാണ്. ഓക്കെ, ഈ കൾച്ചറൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇവൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് അഡ്മിഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫസ്റ്റത്തേൽ പറഞ്ഞത്. രണ്ടാമത്തേൽ എന്താണ് ഇതേപോലെ കൾച്ചറലായിട്ടുള്ള എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് രണ്ടാമത്തെ കേസിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൽ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും അഡ്മിഷൻ ടിക്കറ്റ് എടുത്ത് അഡ്മിഷൻ എടുക്കുകയാണെന്ന്, രണ്ടാമത്തെ എന്താണ് നേരെ മറിച്ച് ഇതേപോലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കൾച്ചറലായിട്ടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടോ അങ്ങനെയുള്ള എക്സിബിഷനും കാര്യങ്ങളൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കണക്കാക്കാമെന്ന് നോക്കാം. ഇപ്പോഴത്തെ നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഷാൾ ബി ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ബി ദി ലൊക്കേഷൻ ഓഫ് ദി സച്ച് രജിസ്റ്റേർഡ് പേഴ്സൺ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ രജിസ്റ്റേർഡ് പേഴ്സണാണ് സർവീസസ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ, ആ പേഴ്സൻ്റെ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇനി അല്ലെങ്കിലോ ടു എ പേഴ്സൺ അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ബി ദി പ്ലേസ് വെർ ദി ഇവൻറ്റ് ഈസ് ആക്ച്വലി ഹെൽഡ് ആൻഡ് ദി ഇവൻറ്റ് ഈസ് അത് പിന്നെ പറയാം. ആദ്യത്തെ സെൻറ്റൻസിൻ്റെ ഇത് പറഞ്ഞുതരാം. അതായത് രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാത്ത നോൺ രജിസ്റ്റേർഡ് പേഴ്സണാണ് എന്ത് ചെയ്യുന്നത് സർവീസസ് കൊടുക്കുന്നത് എങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിട്ട് കണക്കാക്കുക. അതായത് വേർ ദി ഇവൻറ്റ് ഈസ് ആക്ച്വലി പെർഫോംഡ് ഓർ ഹെൽഡ്, അതായത് എവിടെയാണോ ആ സർവീസസ് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ആ സർവീസസ് കിട്ടുന്നത് ആ സ്ഥലമാണ് എന്തായിട്ട് കണക്കാക്കുക പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇനി നേരെ മറിച്ച് ഈ ഇവൻറ്റ് ഇന്ത്യക്ക് പുറത്താണെങ്കിലോ അപ്പോൾ എന്തായിട്ട് കണക്കാക്കുക ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റെ ലൊക്കേഷൻ എവിടെയാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതേപോലെ നേരെ മറിച്ച് ഇതേപോലെ ഇവൻറ്റ് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്യാണ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റുകൾക്കൊക്കെ ആ കൺസോളിഡേറ്റഡ് എമൗണ്ട് ആ എമൗണ്ട് എന്ത് ചെയ്യും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിങ് ബൈ മെയിൽ ഓർ കൊറിയർ. ഇനി എന്തെങ്കിലും കൊറിയർ സർവീസ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ മെയിൽ സർവീസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് ട്രാൻസ്പോർട്ടിങ് ഏജൻസി അങ്ങനെ എന്തെങ്കിലും സർവീസസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ എന്തായാലും നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിങ് ബൈ മെയിൽ ഓർ കൊറിയർ. ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. കേസ് എന്താ നോക്കാം. രജിസ്റ്റേർഡ് പേഴ്സൺ. ആദ്യം തന്നെ എന്താണ് രജിസ്റ്റേർഡ് പേഴ്സൺ കൊടുക്കേണ്ട കാര്യമാണ് പറയുന്നത്. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്താണ് ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ, ആ പേഴ്സൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിലോ നോക്കാം. ബിയിൽ എന്താ പറഞ്ഞിരിക്കണം നോക്കാം. എ പേഴ്സൺ അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ബി ദി ലൊക്കേഷൻ ഓഫ് വിച്ച് സച്ച് ഗുഡ്സ് ആർ ഹാൻഡഡ് ഓവർ ഫോർ ദയർ ട്രാൻസ്പോർട്ടേഷൻ. ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സ് നമ്മൾ എവിടെ നിന്നാണോ കൊടുക്കുന്നത് ആ ഗുഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ സ്ഥലം ഏതാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കൊറിയർ വെക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പാലക്കാടുള്ള ഒരു കൊറിയർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. അപ്പോൾ എനിക്ക് കൊറിയർ അയക്കണം പറഞ്ഞിട്ട് ഞാൻ പാലക്കാടുള്ള ഒരു കൊറിയർ ഏജൻസിയിൽ എന്ത് ചെയ്തു കൊറിയർ ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാത്തത് കൊണ്ട് എന്താണ് അവിടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഞാൻ എവിടെയാണോ
ആ കൊറിയർ ഹാൻഡ് ഓവർ ചെയ്തത്, കൊറിയർ അയക്കാൻ വേണ്ടി ഹാൻഡ് ഓവർ ചെയ്തത്, കൊറിയർ ഏജൻസിക്ക് ഏൽപ്പിച്ചത് ആ സ്ഥലം ഏതാണ്? പാലക്കാടാണ്. അപ്പോൾ പാലക്കാടായിരിക്കും എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അതാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ മറിച്ച് ഞാൻ എന്താണ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ നാടെന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോഴിക്കോടാണെന്ന് വിചാരിക്കുക. ഞാൻ കൊറിയർ ഏൽപ്പിച്ചത് എവിടെയാണ്? പാലക്കാടാണ്. അപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്തായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ? കോഴിക്കോടായിരിക്കും. കാരണം രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് എന്ത് വരിക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഏത് കേസിൽ? റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രം. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. ഇനി അതേപോലെ തന്നെ ആ കേസിന് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വേർ ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഈസ് ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. നമ്മൾ ഗുഡ്സ് കയറ്റി അയക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ളൊരു സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ ഏതായിരിക്കും? ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ദി പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ഓഫ് സച്ച് ഗുഡ്സ്. ആ ഗുഡ്സ് നമ്മൾ എവിടേക്കാണോ അയക്കുന്നത്, ആ ഗുഡ്സിൻ്റെ ഡെസ്റ്റിനേഷൻ ഏതാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്. ഇനി ഇവിടെ ബസ്സുകളിലൊക്കെ അല്ലെങ്കിൽ ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കണക്കാക്കാൻ നോക്കാം. നോർമൽ കേസ് പോലെ തന്നെ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് കൊടുക്കുന്നതെങ്കിലോ ഷാൾ ബി ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സണാണ് സർവീസ് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും? രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇനി അടുത്ത് നോക്കാം. എ പേഴ്സൺ അതർ ദാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഇനി അത് രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലെങ്കിലോ ഷാൾ ബി ദി പ്ലേസ് വേർ ദി പാസഞ്ചർ എംബാർക്സ് ഓൺ ദി കൺവേസ് ഓൺ കണ്ടിന്യൂസ് ജേണി. എന്താണ്? എവിടെ നിന്നാണോ ആ പാസഞ്ചർ കയറുന്നത്, ആ ജേണി ആരംഭിക്കുന്നത്, ആ ജേണി അതായത് ഇപ്പോൾ ഞാൻ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു എങ്കിൽ ഞാൻ എവിടെ നിന്നാണ് ബസ് കയറുന്നത്? പാലക്കാട് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. പാലക്കാട് നിന്നാണ് ബസ് കയറുന്നത്, കോഴിക്കോട്ടേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബസ് കയറിയത് എവിടെയാണ്? പാലക്കാട് നിന്നാണ്. അപ്പോൾ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് പാലക്കാടായിരിക്കും എന്ത് പറയുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? വേർ ദി പാസഞ്ചർ എംബാർക്സ് ഓൺ ദി കൺവേയൻസ്. അതായത് എപ്പോഴാണ് നമ്മൾ എംബാർക്ക് ചെയ്യുന്നത് ആ സമയമാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലമാണ് എന്ത് പറയുന്നത്? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സർവീസസ് ഓൺ ബോർഡ് കൺവേയൻസ് ഇൻക്ലൂഡിങ് എ വെസൽ, ഓൺ എയർക്രാഫ്റ്റ്, എ ട്രെയിൻ ഓർ മോട്ടോർ വെഹിക്കിൾ. ഇനി നേരെ മറിച്ച് നമ്മൾ ട്രെയിനിലോ അല്ലെങ്കിൽ വെസലിലോ എയർക്രാഫ്റ്റിലൊക്കെയാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഷാൾ ബി ദി ലൊക്കേഷൻ ഓഫ് ദി ഫസ്റ്റ് ഷെഡ്യൂൾഡ് പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ ഓഫ് ദാറ്റ് കൺവേയൻസ് ഫോർ ദി ജേണി. അപ്പോൾ എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്? ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കണക്കാക്കുക? അതായത് ഞാൻ ഡിപ്പാർച്ചർ ചെയ്യുന്ന സ്ഥലം ഏതാണ്, നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ഥലം എവിടെ നിന്നാണ്, അതാണ് എന്തായിട്ട് കണക്കാക്കുക? പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ഞാനിവിടുന്ന് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ദുബായാണ് ഞാൻ ഡിപ്പാർച്ചർ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ കൊച്ചിയാണ് എൻ്റെ ഡിപ്പാർച്ചർ ചെയ്യുന്ന സ്ഥലം. ഞാൻ ഫ്ലൈറ്റ് കയറുന്നത് കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ കൊച്ചിയാണ് എന്തായിട്ട് കണക്കാക്കുക? നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അതിലൊരു കാര്യം കൂടി പറയുന്നത് ഫസ്റ്റ് ഷെഡ്യൂൾഡ് പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത ഡിപ്പാർച്ചർ സ്ഥലം ഏതാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഷെഡ്യൂൾഡ് എന്നുള്ള പോയിന്റ് നമ്മൾ മനസ്സിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ കുറച്ചധികം വേറെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ സർവീസസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് ഇൻക്ലൂഡിങ് ഡാറ്റ ട്രാൻസ്ഫർ, ബ്രോഡ്കാസ്റ്റിംഗ്, കേബിൾ ആൻഡ് ഡയറക്റ്റ് ടു ഹോം ടെലിവിഷൻ സർവീസസ്. ഇങ്ങനെയുള്ള ഇപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ആയിക്കോട്ടെ, ബ്രോഡ്കാസ്റ്റിംഗ് ആയിക്കോട്ടെ, കേബിളോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഹോം ടെലിവിഷൻ സർവീസസ് അങ്ങനെ എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കണക്കാക്കാമെന്ന് കൂടി നോക്കാം അല്ലേ. നോക്കാം. ഫസ്റ്റ് വൺ, സർവീസസ് ബൈ വേ ഓഫ് ഫിക്സഡ് ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ, ലീസ്ഡ് സർക്യൂട്ട്സ്, ഇൻ്റർനെറ്റ് ബേസ്ഡ് സർക്യൂട്ട്, കേബിൾ ഓർ ഡിഷ് ആൻറ്റിന. പണ്ടൊക്കെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായില്ല, ആൻറ്റിനൊക്കെ ഉണ്ടായിരുന്നു, വലിയ ആൻറ്റിനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ
ഈ ആൻറ്റിയുടെ കേസ് അതേപോലെ കേബിള്, ലീസർ സർക്യൂട്ട്, ഇൻ്റർനെറ്റിൻ്റെ സർക്യൂട്ട് ഉണ്ടാവില്ലേ, അതേപോലെ നമ്മൾ പണ്ടൊക്കെ ഈ ലാൻഡ് ഫോണിനൊക്കെ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡൊക്കെ കുഴിച്ചിട്ട് അതിലൂടെ വയർ കണക്ഷൻ കൊടുത്തിട്ടൊക്കെ ആയിരുന്നു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാൻഡ് ഫോണിൻ്റെ കേസിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സർവീസസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെയാണെന്ന് നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഷാൾ ബി ദി ലൊക്കേഷൻ വെർ ദി ടെലികമ്മ്യൂണിക്കേഷൻ ലൈൻ, ലീസ്ഡ് സർക്യൂട്ട് ഓർ കേബിൾ കണക്ഷൻ ഓർ ഡിഷ് ആൻറ്റിന ഈസ് ഇൻസ്റ്റാൾഡ് ഓർ റിസീപ്റ്റ് ഓഫ് സർവീസ്. അതായത് ഈ സർവീസസ് കൊടുക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ലൈനോ വഴിയോ അല്ലെങ്കിൽ കേബിൾ കണക്ഷനോ ഡിഷ് ആൻറ്റിന അങ്ങനെ എന്തോ ആവാം, അതുവഴി ആവാം. അപ്പോൾ ഈ സർവീസസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ എക്യുപ്മെൻറ്റ് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, ആ ഇൻസ്റ്റാൾ ചെയ്ത ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ഇപ്പോൾ ഡിഷ് ആൻറ്റിന നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ഡിഷ് ആൻറ്റിന ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിട്ടാണ് കണക്കാക്കുക, ആ ഡിഷ് ആൻറ്റിന എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട് എവിടെയാണോ ആ സ്ഥലമാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇനി അടുത്ത കേസ് നോക്കാം. ബോംബെയിൽ കണക്ഷൻ ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് സർവീസസ് പ്രൊവൈഡഡ് ഓൺ പോസ്റ്റ് പെയ്ഡ് ബേസിസ്. പോസ്റ്റ് പെയ്ഡ് ബേസിസിൽ നമ്മൾ ഉപയോഗിച്ച ശേഷം ബില്ല് കൊടുക്കില്ലേ, അതാണ് പോസ്റ്റ് പെയ്ഡ്. അപ്പോൾ ഓക്കെ, അപ്പോൾ പോസ്റ്റ് പെയ്ഡ് ബേസിസിൽ മൊബൈൽ കണക്ഷനോ ടെലികമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസസ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിട്ട് കണക്കാക്കാൻ നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഷാൾ ബി ദി ലൊക്കേഷൻ ഓഫ് ബില്ലിംഗ് അഡ്രസ് ഓഫ് ദി റെസിപ്പിയൻ്റ് ഓഫ് സർവീസ് ഓൺ ദി റെക്കോർഡ് ഓഫ് സപ്ലയർ ഓഫ് സർവീസസ്. അതായത് സപ്ലയറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെസിപ്പിയൻറ്റിൻ്റെ ബില്ലിംഗ് അഡ്രസ്സ് ഏതാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, സപ്ലയറുടെ ബുക്കിൽ അല്ലെങ്കിൽ സപ്ലയറുടെ റെക്കോർഡിൽ റെസിപ്പിയൻ്റെ ബില്ലിംഗ് അഡ്രസ്സ് ഏതാണോ ആ ലൊക്കേഷനാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ കണക്ഷൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ട് വിചാരിക്കുക. അങ്ങനെ എടുത്ത സമയത്ത് എനിക്ക് ഒരു ഓപ്പറേറ്റർ അയാൾ എന്ത് ചെയ്യുന്നു, എനിക്ക് സർവീസസ് തരുന്നു. അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ റെക്കോർഡിൽ എൻ്റെ അഡ്രസ്സ് എന്താണോ എഴുതിയിരിക്കുന്നത്, അയാളുടെ ബുക്കിൽ എന്താണ് അഡ്രസ്സ് എഴുതിയിരിക്കുന്നത്, ആ അഡ്രസ്സുള്ള സ്ഥലം ഏതാണോ ആ സ്ഥലമാണ് എന്ത് പറയുന്നത്, ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. മൊബൈൽ കണക്ഷൻ ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റ് സർവീസ് ആൻഡ് ഡയറക്റ്റ് ടു ഹോം ടെലിവിഷൻ സർവീസസ് ആർ പ്രൊവൈഡഡ് ഓൺ പ്രീപേയ്മെൻറ്റ് ബേസിസ് ത്രൂ എ വൗച്ചർ ഓർ എനി അതർ മീൻസ്. ഇപ്പോൾ ഇതായത് ടെലികമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസോ അങ്ങനെ എന്തെങ്കിലും സർവീസുകൾ പ്രീപേയ്മെൻറ്റ് ബേസിസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് നമ്മൾ കാണുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് വരിക നോക്കാം. ത്രൂ എ സെല്ലിംഗ് ഏജൻറ്റ് ഓർ റീസെല്ലർ ഓർ ഡിസ്ട്രിബ്യൂട്ടർ ഓർ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ കാർഡ് ഓർ റീചാർജ് വൗച്ചർ. ഇപ്പോൾ നോക്കൂ, ടാറ്റാ സ്കൈയുടെ എന്തുണ്ട്, നമുക്ക് ആൻറ്റിന വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ, കേബിൾ കണക്ഷനൊക്കെ വീട്ടിൽ ഉണ്ടാവില്ല, അതിന് പകരം ടാറ്റാ സ്കൈഡൊക്കെ യൂസ് ചെയ്യുന്നതായിട്ടുണ്ടാവും. അപ്പോൾ ടാറ്റാ സ്കൈ നേരിട്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ആ പർട്ടിക്കുലർ സാധനം ഡിഷ് നമ്മുടെ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യില്ല. നേരെ മറിച്ച് അതിനൊരു ഏജൻ്റ് ഉണ്ടാവും അല്ലേ, ആ ഏജൻ്റാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആൻറ്റിന ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ ഡിഷ് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ആ ഏജൻറ്റിന് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ സെല്ലിംഗ് ഏജൻ്റ് ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. അഡ്രസ് ഓഫ് ദി സെല്ലിംഗ് ഏജൻറ്റ് ഓർ റീസെല്ലർ ഓർ ഡിസ്ട്രിബ്യൂട്ടർ ആസ് പെർ ദി റെക്കോർഡ് ഓഫ് ദി സപ്ലയർ അറ്റ് ദി ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, സപ്ലയറിൻ്റെ റെക്കോർഡിൽ സെല്ലിംഗ് ഏജൻറ്റിൻ്റെ അഡ്രസ്സ് എന്താണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇപ്പോൾ ടാറ്റാ സ്കൈ തൻ്റെ സെല്ലിംഗ് ഏജൻറ്റ്, ടാറ്റാ സ്കൈക്ക് ഒരു സെല്ലിംഗ് ഏജൻറ്റ് ഉണ്ട്, ആ ഏജൻറ്റിൻ്റെ അഡ്രസ്സ് ടാറ്റാ സ്കൈയുടെ റെക്കോർഡിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് ആ അഡ്രസ്സായിരിക്കും എന്തായിട്ട് കണക്കാക്കുക. ഇങ്ങനെയുള്ള കേസിൽ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. എന്തുണ്ടെങ്കിൽ മാത്രം ത്രൂ എ സെല്ലിംഗ് ഏജൻറ്റ്, ഡയറക്റ്റ് അല്ലാതെ സെല്ലിംഗ് ഏജൻറ്റ് വഴിയാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ അതായിരിക്കും എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഓക്കെ, രണ്ടാമത്തെ കേസ് നോക്കാം. ബി, എനി പേഴ്സൺ ടു എ ഫൈനൽ സബ്സ്ക്രൈബർ ബി ദി ലൊക്കേഷൻ വേർ ദി പ്രീപേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ് ഓർ സച്ച് വൗച്ചർ ഈസ് സോൾഡ്. ഇനി ഡയറക്റ്റ് കണക്ഷനാണ്, ഇവിടെ ഏജൻറ്റോ ഇടനിലക്കാരനോ ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക, ഡയറക്റ്റ് കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ കണക്കാക്കാൻ നോക്കാം. അതായത് ലൊക്കേഷൻ വേർ സച്ച് പ്രീപേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ്, എവിടെ വെച്ചാണോ നമ്മുടെ ആ പ്രീപേയ്മെൻറ്റ് എമൗണ്ട്
ആ ടൈറ്റൽ സ്കെയുടെ കാശ് നമുക്ക് കിട്ടുന്നത്. ആ ലൊക്കേഷനാണ് എന്തായാലും, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ എമൗണ്ട് കിട്ടുന്ന ലൊക്കേഷൻ ആവാം, അല്ലെങ്കിൽ വൗച്ചർ. നമ്മളിപ്പോൾ ബില്ല് എത്രയാണ് ആ ബില്ല് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൗച്ചർ തരും അല്ലേ. അതിന് ബില്ല് കൊടുത്തതിന് തെളിവ് വേണ്ടേ, അപ്പോൾ വൗച്ചർ തരും. ആ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഒന്നെങ്കിൽ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ആ ബില്ല് എമൗണ്ട് കിട്ടുന്ന സ്ഥലം. ഇതിലേതാണോ ആ സ്ഥലമാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. എങ്ങനെയായിരിക്കുമ്പോൾ ഇവിടെ സെല്ലിങ് ഏജൻ്റൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടുകയാണ്, കണക്ഷൻ കിട്ടുകയാണ് എങ്കിൽ. ഓക്കെ, ആ കേസാണ് ഇവിടെ പറഞ്ഞത്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത് നോക്കാം, ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസസ് ഇൻക്ലൂഡിങ് സ്റ്റോക്ക് ബ്രോക്കിംഗ് സർവീസസ് ടു എനി പേഴ്സൺ. എന്താണ് ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ ഏതാണ് നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് ഓഫ് സർവീസസ്, ദി റെക്കോർഡ് ഓഫ് ദി സപ്ലൈ ഓഫ് സർവീസസ്. അതായത് എന്താണ്, ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് ഓഫ് സർവീസ്. ആ സർവീസസ് കിട്ടുന്ന ആളുടെ ലൊക്കേഷൻ, റെസിപ്പിയൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ആ റെസിപ്പിയൻ്റെ ലൊക്കേഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എന്താണ് സപ്ലയറുടെ റെക്കോർഡിൽ റെസിപ്പിയൻ്റെ ലൊക്കേഷൻ ഏതാണ് ആ സ്ഥലമാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലായോ? സപ്ലയറിൻ്റെ റെക്കോർഡ് ബുക്കിൽ റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് എന്താണോ എഴുതിയിരിക്കുന്നത് ആ അഡ്രസ്സിലുള്ള സ്ഥലം ഏതാണോ ആ സ്ഥലമാണ് എന്തായാലും കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഏത് കേസിൽ, ബാങ്കിങ്ങോ അല്ലെങ്കിൽ അത് അനി അതർ ഫിനാൻഷ്യൽ സർവീസസോ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് സർവീസസോ കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, ഇൻഷുറൻസ് സർവീസസിൻ്റെ കേസിൽ. ഇൻഷുറൻസ് എന്തെങ്കിലും എടുക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും കേസാണെന്നുണ്ടെങ്കിൽ നോക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ. നോർമൽ കേസ്, രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, നമുക്ക് നോക്കൊന്നും വേണ്ട, പെട്ടെന്ന് കിട്ടും അല്ലേ. ടു ബി ദി ലൊക്കേഷൻ ഓഫ് സച്ച് പേഴ്സൺ, റെസിപ്പിയൻ്റ് അല്ലെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷൻ ഏതാണോ അതാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ഇനി അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല കൊടുക്കുന്നതെങ്കിലോ, ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ് ഓഫ് സർവീസസ് ഓൺ ദി റെക്കോർഡ് ഓഫ് സപ്ലയർ ഓഫ് സർവീസസ്. സപ്ലയറിൻ്റെ റെക്കോർഡിൽ റെസിപ്പിയൻ്റെ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സിലെ സ്ഥലം ഏതാണോ ആ സ്ഥലമാണ് എന്തായിട്ട് കണക്കാക്കുക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് വൺ കൂടി നോക്കാം. എന്താ ലാസ്റ്റ് വൺ, അഡ്വർടൈസ്മെൻറ്റ് സർവീസസ് ടു സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റാറ്റുട്ടറി ബോഡി, ലോക്കൽ അതോറിറ്റി. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് സർവീസസ് ആർക്ക് കൊടുക്കുകയാണ്, ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ് അല്ലേ. നമ്മളിപ്പോൾ ചില ഇലക്ഷൻ്റെ ടൈമിലോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങളൊക്കെ കാണാനുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൾ ബി ലൊക്കേറ്റഡ് ഇൻ ഈച്ച് ഓഫ് സച്ച് സ്റ്റേറ്റ്സ് ആൻഡ് ദി വാല്യൂ ഓഫ് സച്ച് സപ്ലൈ സ്പെസിഫിക് ടു ഈച്ച് സ്റ്റേറ്റ് ഷാൾ ബി പ്രൊപ്പോർഷൻ എമൗണ്ട് attributable to സർവീസ് പ്രൊവൈഡഡ് ബൈ ദി ഡിസെമിനേഷൻ ഇൻ ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. എന്താണ്, അപ്പോൾ ആ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നമ്മൾ സർവീസ് കൊടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ സ്റ്റേറ്റ് ആയിരിക്കും എന്തായിട്ട് വരിക, പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരിക. ഇനി ഈ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ സ്റ്റേറ്റിലും ഏതൊക്കെ സ്റ്റേറ്റ് ആ പരസ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് ആ പരസ്യം ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റിനൊക്കെ എന്ത് ചെയ്യും, ആ എമൗണ്ട് പർട്ടിക്കുലറായിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസസിൽ റെസിപ്പിയൻറ്റും അതേപോലെ സപ്ലയറും ഇന്ത്യയിലാണെങ്കിലുള്ള കേസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റേതായ കുറച്ചും കൂടി ലൊക്കേഷൻ, റെസിപ്പിയൻറ്റ് സപ്ലൈൻ്റെ സർവീസ് ലൊക്കേഷൻ സെപ്പറേറ്റ് ആണെങ്കിലുള്ള കേസ് നമ്മൾ നോക്കും. അപ്പോൾ എല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോവും. ഇപ്പോഴേ ഒരുപാട് ടൈം എടുത്തു ഇതൊന്ന് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ അത് അങ്ങനെ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചെന്ന് വരാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കേസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം. ഓക്കെ, നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ല നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം. അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നേരെ മറിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക. ഓക്കെ, കമൻ്റ് അടിക്കുക, സോറി അതിലല്ല പറഞ്ഞ് കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ. ഓക്കെ.